ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രയേലിനെ കടന്നാക്രമിച്ചും അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് സമാപനം. മധ്യസ്ഥ രാജ്യത്തെ ആക്രമിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടിയെന്ന് സംയുക്ത പ്രസ്താവന. അറബ് സൈനിക സഖ്യത്തെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഉച്ചകോടിയാണ്, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായ ഉച്ചകോടിയാണ്. അതിന് സമാപനമാകുമ്പോൾ എങ്ങനെയാണ് ഉച്ചകോടിയെ പൊതുവായി വിലയിരുത്തേണ്ടത്? നേതാക്കളുടെ സംയുക്ത പ്രസ്താവന, ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണം, ഇസ്രയേലിനെ കടന്നാക്രമിച്ചുള്ള അതിരൂക്ഷമായി വിമർശിച്ചുള്ള പ്രതികരണങ്ങൾ, എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ജിഷ്ണു രവീന്ദ്രൻ? സംയുക്ത പ്രസ്താവന നോക്കൂ റിജിത്ത്, പുറത്തു വരുന്നതോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിയതുപോലെ ഒരു സംയുക്ത സൈനിക നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് നേരത്തെ തന്നെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈജിപ്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു നാറ്റോ മോഡലിൽ ഒരു സംയുക്ത സൈനിക നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേൽ ഒരുപടി പിന്നോട്ട് നിൽക്കുകയുള്ളൂ എന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം ഇറാഖിൻ്റെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു പരാമർശം പ്രസ്താവനയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങളാണ് അതിലുള്ളത്. അതിലൊന്ന്, നേരത്തെ പലസ്തീൻ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പലസ്തീൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ ആണ്, പലസ്തീനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 1967 പലസ്തീൻ അതിർത്തി അംഗീകരിച്ച് ഇസ്രായേലി സൈന്യം പിൻവാങ്ങണം, എല്ലാ തരത്തിലുമുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേലി സൈന്യം പിൻവാങ്ങണമെന്ന ആവശ്യം മുഹമ്മദ് അബ്ബാസ് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഈ പ്രദേശത്ത്, പലസ്തീൻ പ്രദേശത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന രീതിയിലേക്കൊരു സമ്മർദ്ദം ചെലുത്താൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കണമെന്ന ആവശ്യവുമുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ലോകം മുഴുവൻ ഖത്തറിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, മുന്നോട്ട് നമ്മൾ എടുക്കുന്ന ഓരോ പടിയെക്കുറിച്ചും ഒരു റോഡ് മാപ്പ് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ഖത്തർ ഉച്ചകോടിക്കുണ്ട്. അത് തയ്യാറാക്കണമെന്ന ആവശ്യം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടി അത്തരത്തിലൊരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടില്ല ഖത്തർ ഉച്ചകോടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ അതേ സമയത്ത് ശക്തമായ വിമർശനങ്ങളും ശക്തമായ നിരീക്ഷണങ്ങളുമായി രാജ്യതലവന്മാർ രംഗത്തെത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇതിൽ കാണേണ്ടത്. ഖത്തറിന് എല്ലാവിധ ഐക്യദാർഢ്യവുമാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. അതായത് ഖത്തർ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പ്രതികരിച്ചാലും, ഇസ്രായേലിനെതിരെ ഏത് രീതിയിൽ പ്രതികരിച്ചാലും പൂർണ്ണമായ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഈ രാജ്യങ്ങൾ വരികയാണ്. അതുമാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2020 ബഹ്റൈനും അതുപോലെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒപ്പിട്ട ഒരു കരാറുണ്ട്. അത് അബ്രഹാം അക്കോർഡ്സ് അഥവാ അബ്രഹാം ഉടമ്പടി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം ഒരു ബന്ധം ഇസ്രായേലുമായി ഈ രാജ്യങ്ങൾക്കുണ്ട്. അതിൻ്റെ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയായിരുന്നു. ഈ ബന്ധത്തെ പോലും തകർക്കുന്ന രീതിയിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ എല്ലാവിധ ആശങ്കകൾക്കും അല്ലെങ്കിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് ഖത്തറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, ഖത്തർ ഉച്ചകോടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അതിൽ അത്തരമൊരു നീക്കമില്ല. എന്നാൽ ഖത്തറിന് ഏത് തരത്തിലും തിരിച്ചടിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ പ്രധാനപ്പെട്ട ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഖത്തർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്. അതിന് എല്ലാവിധ പിന്തുണയും അറബ് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകും. റിജിത്ത്, ശരി. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഖത്തറിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ, ഇസ്രയേലിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ഖത്തറിന് തീരുമാനമെടുക്കാം. അതിനുള്ള പൂർണ്ണ പിന്തുണ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഉച്ചകോടി വാഗ്ദാനം ചെയ്യുന്നത്. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് സൗദി അനുവദിച്ചത് 3 ലക്ഷത്തോളം വിസകൾ. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് കൂടുതൽ വിസകളും അനുവദിച്ചത്. തൊഴിൽ വിസയ്ക്ക് പുറമെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് വിസിറ്റിംഗ് വിസകളും കഴിഞ്ഞ മാസങ്ങളിൽ അനുവദിച്ചു. സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വിവിധ വിസകളിൽ സൗദിയിലെത്തുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 രണ്ടാം പാദത്തിൽ മാത്രം 29,47,550 വിസകൾ അനുവദിച്ചതായി റിപ്പോർട്ട് പറയുന്നു. വിവിധ രാജ്യങ്ങളിലെ സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ വഴിയാണ് വിസകൾ ഇഷ്യൂ ചെയ്തത്. അനുവദിച്ച വിസകളിൽ കൂടുതലും തൊഴിൽ, ടൂറിസ്റ്റ്, വിസിറ്റ് വിസകളാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ വിസകൾ അനുവദിച്ചത്. മുംബൈയിലെ സൗദി കോൺസുലേറ്റ് വഴി മാത്രം 2,50,742 വിസകൾ അനുവദിച്ചു. ജക്കാർത്ത, ധാക്ക, ഇസ്ലാമാബാദ്, കറാച്ചി, കൈറോ നയതന്ത്ര കാര്യാലയങ്ങൾ വഴിയും ലക്ഷക്കണക്കിന് വിസകൾ അനുവദിച്ചു. സൗദിയിലെ വിദേശ തൊഴിലാളികളിൽ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു.
10ൽ താഴെ വിസകൾ അനുവദിച്ച രാജ്യങ്ങളുമുണ്ട്. സ്പെയിനിൽ 3 മാസത്തിനിടെ സൗദി ഇഷ്യൂ ചെയ്തത് 2 വിസകൾ മാത്രമാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മുടങ്ങിയ US ഇന്ത്യ വ്യാപാര കരാർ ചർച്ചകൾ നാളെ വീണ്ടും തുടങ്ങും. ഉഭയകക്ഷി ചർച്ചകൾക്കായി US വ്യാപാര പ്രതിനിധി ഇന്ന് ഇന്ത്യയിലെത്തും. ഒക്ടോബർ നവംബർ മാസത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കാർഷിക ക്ഷീരമേഖലകൾ തുറക്കണമെന്ന US ആവശ്യത്തിൽ ഇന്ത്യ എതിർപ്പറിയിച്ചതോടെയാണ് മാർച്ചിൽ തുടങ്ങിയ ഇടക്കാല വ്യാപാര കരാർ ചർച്ചകൾ നീണ്ടത്. ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനം കൂടി വന്നതോടെ ചർച്ചകൾ മുടങ്ങി. വലിയൊരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ ഈ 2 മേഖലകൾ തുറക്കണമെന്ന US ആവശ്യം ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. തെക്കൻ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള മധ്യസ്ഥൻ ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായാണ് കൂടിക്കാഴ്ച നടത്തുക. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അധിക തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ US ബന്ധം വഷളായിരുന്നു. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളുമായും പുതിയ വ്യാപാര വഴികൾ ഇന്ത്യ തേടുകയും ചെയ്തതോടെ US ഇന്ത്യക്ക് മേലുള്ള നിലപാട് മയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും ചർച്ചകൾ തുടരുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയെ മോദിയും സ്വാഗതം ചെയ്തു. പിന്നാലെയാണ് വ്യാപാര ചർച്ചകൾക്ക് വഴി തുറന്നത്. 24 ഡൽഹി. ഒമാനിലെ ID കാർഡുകളുടെയും വാഹന ലൈസൻസുകളുടെയും ഡിജിറ്റൽ പതിപ്പുകൾക്ക് അംഗീകാരം. പോലീസ് അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഫിസിക്കൽ കാർഡുകൾ കൈവശമില്ല എങ്കിൽ ഡിജിറ്റൽ ID സമർപ്പിച്ചാൽ മതിയെന്ന് ROP അറിയിച്ചു. ID കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഇലക്ട്രോണിക് പകർപ്പുകൾ റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ ലഭ്യമാകും. ഒമാനിൽ ഡിജിറ്റൽ രേഖ ഉപയോഗിക്കുന്നതിന് നിയമപരമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും ROP അറിയിച്ചു. റോയൽ ഒമാൻ പോലീസിലെ ഡിജിറ്റൽ ഐഡന്റിറ്റി പ്രൊജക്ട് മാനേജർ സാലെ ബിൻ സയ്യിദ് അൽ ഫാർസിയാണ് ഡിജിറ്റൽ രേഖകൾക്ക് ഫിസിക്കൽ കാർഡുകളുടെ അതേ നിയമപരമായ അംഗീകാരമുണ്ടെന്ന് അറിയിച്ചത്. സർക്കാർ സ്ഥാപനത്തിനോ പോലീസ് പട്രോളിനോ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കുന്നതിന് ഔദ്യോഗിക സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക് പതിപ്പ് ഉപയോഗിക്കാൻ കഴിയുമെന്നും അൽഫാർസി പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുള്ള മുന്നേറ്റത്തെയും പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള ഒമാന്റെ ശ്രമങ്ങളെയുമാണ് ഇത് കാണിക്കുന്നത്. ഈ വർഷം ആപ്ലിക്കേഷൻ വഴി നിരവധി സേവനങ്ങൾ ROP പ്രഖ്യാപിച്ചിരുന്നു. 24 ഒമാൻ. പുതുമകൾ കൊണ്ട് സമ്പന്നമായിരുന്നു കെനിയൻ മലയാളികളുടെ ഓണാഘോഷം. കെനിയയിൽ സ്ഥിരതാമസമാക്കിയ 100 മലയാളി വനിതകളുടെ തിരുവാതിര ആഘോഷങ്ങളിൽ മുഖ്യ ആകർഷണമായി. കേരള അസോസിയേഷൻ ഓഫ് കെനിയയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കെനിയയിലെ ആക്ടിംഗ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖ്യാതിഥിയായി. 24 പ്രതിനിധി ഷെറി യോഹന്നാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കെനിയൻ മലയാളികളുടെ ഓണാഘോഷമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. കേരള അസോസിയേഷൻ ഓഫ് കെനിയയുടെ 71ാം വാർഷികത്തിൻ്റെ നിറവിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ആഫ്രിക്കൻ മണ്ണിൽ ചരിത്രം കുറിച്ചുകൊണ്ട് കെനിയയിൽ ആദ്യമായി 100 മലയാളി മംഗമാർ ഒരുമിച്ച് തിരുവാതിര അവതരിപ്പിച്ച് ഒരു വിസ്മയ കാഴ്ച തന്നെ ഒരുക്കി. അതോടൊപ്പം ശ്രീ കലാമണ്ഡലം അഖിൽമാരാരുടെ നേതൃത്വത്തിൽ കെനിയൻ കലാക്ഷേത്രയുടെ കലാകാരന്മാർ അണിനിരന്ന ചെമ്പടമേളവും അതിനോടൊപ്പമുള്ള പുലിക്കളിയും വേദിയെ ആഘോഷങ്ങളുടെ നിറങ്ങളാൽ നിറച്ചു. ഓണപ്പാട്ട്, ഓണക്കളി, വടംവലി, കസേരകളി, അങ്ങനെ ഓണത്തിൻ്റെ തനതായ കലകളും ആഘോഷങ്ങളും പുതുതലമുറ പരമ്പരാഗതമായ മൂല്യങ്ങൾ നിലനിർത്തിയും പുതുമകളാൽ നിറച്ചും വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടി. കേരള അസോസിയേഷൻ ചെയർമാൻ ശ്രീ ജോലറ്റ് എബ്രഹാം ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്ന എല്ലാ കലാകാരന്മാരോടും കലാകാരികളോടും സഹപ്രവർത്തകരോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. എല്ലാവരുടെയും ഒരുമയും സമർപ്പണവും കൊണ്ടാണ് ഈ ദിവസം ചരിത്ര മുഹൂർത്തമായി മാറിയത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്ടിംഗ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഹിസ് എക്സലൻസി സുൽ പ്രസാദ് KK നടത്തിയ പരിശ്രമം വളരെ പ്രശംസനീയമാണെന്നും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു. കേരള അസോസിയേഷൻ അംഗങ്ങൾ തന്നെ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി ഓണാഘോഷം സമാപിച്ചു. ഷെറി യോഹന്നാൻ, 24 കെനിയ. 6ാമത് വെർട്ടിക്കൽ ഫാമിംഗ് മേള ദുബായിൽ സമാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് സംരംഭകർ മേളയിൽ പങ്കെടുത്തു. മലയാളികളും മേളയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി.
പുത്തൻ കൃഷിരീതികളെ പരിചയപ്പെടുത്തുന്ന ആഗോള മേളയ്ക്കാണ് ദുബായിൽ സമാപനമായത്. സ്ഥലപരിമിതിയും വെള്ളത്തിന്റെ കുറവും കൃഷിക്ക് തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെ സാങ്കേതികവിദ്യയുടെ സഹായത്താൽ കൃഷി ഏവരിലേക്കും എത്തിക്കുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. വീട്ടുമുറ്റത്തും ഓഫീസുകളിലും സ്കൂളുകളിലും ഫ്ളാറ്റുകളിൽ പോലും കൃഷിയിടമൊരുക്കാൻ കഴിയുന്ന വെർട്ടിക്കൽ ഫാമിംഗ് രംഗത്തെ നിരവധി പ്രമുഖ കമ്പനികൾ മേളയുടെ ഭാഗമായി. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി കമ്പനികൾ എത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സുസ്ഥിര രീതികൾ എന്നിവ സമന്വയിപ്പിച്ചുള്ള പുതിയ കൃഷിരീതിയിലൂടെ ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ സംരക്ഷിക്കുകയും മനുഷ്യരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് തങ്ങളുടെ പ്രധാന ദൗത്യമെന്ന് മേളക്കെത്തിയവർ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് ആദ്യം ഈ അഗ്രികൾച്ചർ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് അതിലൂടെ പിന്നെ ഒരു എഡ്യൂക്കേഷനും നടക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും 18 ഡിഗ്രി ടു 24 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇൻഡോറിൽ അറൌണ്ട് 120+ ക്രോപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വിദ്യാർത്ഥികൾക്കായി വിവിധ പ്രൊജക്ടുകളും പരിശീലന സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പദ്ധതിയും വലിയ ഉൽപ്പാദനം ഒരുമിച്ച് സാധ്യമാക്കുന്ന വ്യാവസായിക പദ്ധതിയും നടപ്പാക്കുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു. മേളയുടെ 6ാമത് എഡിഷനാണ് ഇത്തവണ നടന്നത്. 24 ദുബായ്. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവവും സുഗതാഞ്ജലി കാവ്യാലാപന മത്സരവും സംഘടിപ്പിച്ചു. സി നീയാൻ ഫാമിൽ നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. മാതൃഭാഷാ സംരക്ഷണ റാലിയോടെ ആരംഭിച്ച പ്രവേശനോത്സവം മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സെക്രട്ടറി അനുചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ റയാൻ റോബിൻ, ഇവ മാറ്റിൻ ഡെനിസ്, മിവൻ സാറ റിൽസൺ എന്നിവരും, ജൂനിയർ വിഭാഗത്തിൽ നവരസ് എസ്രാജ്, ഹൈസ്കിബ സാറ റെൻസിക്, ദേവഷ് അരുൺ എന്നിവരും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സീനിയർ വിഭാഗത്തിൽ മുഹമ്മദ് ആമീൻ വിജയിച്ചു. ഒമാനിലെ വിവിധ മേഖലാ മത്സരങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവരെ പങ്കെടുപ്പിച്ച് ചാപ്റ്റർ തല ഫൈനൽ മത്സരം ഈ മാസം 26-ന് ഇബ്രയിൽ വെച്ച് നടക്കുമെന്ന് മലയാളം മിഷൻ ഒമാൻ ഭാരവാഹികൾ അറിയിച്ചു. 24 സ്റ്റഡി അബ്രോഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലത്തെ 24 ആൻഡ് ഫ്ലവേഴ്സ് കോംപ്ലക്സിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള 1600-ലധികം പ്രമുഖ സർവകലാശാലകളുമായി അഫിലിയേഷൻ ഉണ്ടാക്കി 1,00,000-ലധികം കോഴ്സുകൾ 24 സ്റ്റഡി അബ്രോഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പ്രശസ്ത കലാലയങ്ങളിൽ എന്നതാണ് 24 സ്റ്റഡി അബ്രോഡിന്റെ ലക്ഷ്യം. വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിമായിരിക്കണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീം കോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യുന്നത് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ഉത്തരവ്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് ആരാണ് ഇസ്ലാം മത വിശ്വാസിയെന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് സ്റ്റേ. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നോട്ടിഫിക്കേഷൻ റദ്ദാക്കി. അന്വേഷണ സമയത്ത് ഭൂമി വഖഫ് അല്ലാതാകുമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തു. തർക്കത്തിലുള്ള സ്വത്ത് അന്തിമ തീരുമാനം വരെ വഖഫായി തുടരും. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന ഭേദഗതി സ്റ്റേ ചെയ്തില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്, അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരു അവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്തു. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒട്ടും ജനാധിപത്യപരമല്ല. അത് വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും CPIM-ൻ്റെയും അത്തരം വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ താൽക്കാലികമായ ഈ ഇടക്കാല തീരുമാനം. വഖഫ് നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. 24 ഡൽഹി. പോലീസിനെതിരെ ഉയർന്നുവന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിട്ടും നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചു.
CPI സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി എന്ന് ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വനനിയമ ഭേദഗതി തിരിച്ചടിയാകുമോ എന്ന് ജനതാദൾ എസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ കക്ഷിയോഗത്തിന് പിന്നാലെ LDF നേതൃയോഗത്തിലും പോലീസിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രി സ്വമേധയാ വിശദീകരണം നൽകുകയായിരുന്നു. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടും കർശന നടപടി സ്വീകരിച്ചു. പോലീസിലാകെ പ്രശ്നமான തരത്തിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനത്തെ സർക്കാർ അനുകൂലിക്കില്ല. പോലീസിൽ നിന്ന് വീഴ്ചയുണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിന് ഉറപ്പു നൽകി. ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനങ്ങളുണ്ടായതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വിമർശനങ്ങളുണ്ടായ വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നെന്ന മുഖവരോടെയാണ് ബിനോയ് വിശ്വം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വന്യജീവി ആക്രമണം തടയാൻ കൊണ്ടുവരുന്ന നിയമഭേദഗതി തിരിച്ചടിയാകുമെന്ന ആശങ്കയും LDF യോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടു. ജനതാദൾ എസ് പ്രതിനിധികളാണ് ആശങ്ക അറിയിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായവരെ പുറത്താക്കാൻ നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാനാണ് LDF തീരുമാനം. ഇസ്രായേൽ ആക്രമണം നേരിട്ട ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മാസം 23-ന് പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ KPSTA നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര തുടങ്ങി. മാറ്റുലി എന്ന പേരിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിലും പര്യടനം നടത്തി ഈ മാസം 27-നാണ് യാത്ര തിരുവനന്തപുരത്തെത്തുക. ഇടതുഭരണത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന 19 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യാത്രയുടെ പര്യടനം. അധ്യാപകരുടെ നിയമന ഉത്തരവുകൾ നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാർ നടപടി യാത്രയിലുടനീളം ചർച്ചയാക്കാനാണ് KPSTയുടെ തീരുമാനം. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ക്ലസ്റ്റർ നിയമനങ്ങൾ അധ്യാപക നിയമനങ്ങളല്ലെന്നും DYFIക്കാരുടെ പുനരധിവാസ പദ്ധതിയാണെന്നും ഷാഫി പറമ്പിൽ MP. ഞാൻ പറയുന്നു, ക്ലസ്റ്റർ നിയമനങ്ങൾ അധ്യാപക നിയമനമല്ല, അത് DYFIക്കാരുടെ പുനരധിവാസ പദ്ധതിയായിട്ടാണ് ഈ ഗവൺമെന്റ് പലയിടങ്ങളിലും കൊണ്ടു നടക്കുന്നത്. അവരുടെ ആളുകളെ അങ്ങ് വെക്കണം പലയിടത്തും, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കാം. നമ്മൾ പാക്കേജിൽപ്പെട്ട അധ്യാപകരെയല്ലേ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വെച്ചിരുന്നത്, അല്ലേ? ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് അധ്യാപക നിയമനം നടപ്പിലാക്കുന്നില്ലെന്നും ഇടതു സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കണമെന്നും KPSTA. ഈ സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ഈ സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടുമുള്ള ഒരു താക്കീതായിക്കൊണ്ടാണ് കേരളത്തിലെ ഈ പൊതുവിദ്യാഭ്യാസ സന്ദേശയാത്ര. സെപ്റ്റംബർ 27-ന് സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുക്കും. 24 കാസർഗോഡ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ലൈംഗികാരോപണ വിവാദങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് പ്രത്യേക ബ്ലോക്കിലായിരുന്നു സീറ്റ്. ആദ്യ ദിനം സമ്മേളനം അവസാനിക്കും മുമ്പ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. പാലക്കാട് വമ്പൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിനു പിന്നാലെ താരമായാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. ലൈംഗികാരോപണ വിവാദങ്ങളിൽ പാർട്ടി കൈവിട്ട രാഹുലിന്റെ രണ്ടാം വരവ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചായിരുന്നു. 9 മണിക്ക് സഭാസമ്മേളനം ആരംഭിച്ചു. 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഇന്നോവയിൽ രാഹുൽ നിയമസഭാ കവാടം കടന്നു. സഭയ്ക്കുള്ളിൽ രാഹുലിന് മുൻപ് PV അൻവർ ഇരുന്ന സീറ്റിൽ ഇരിപ്പിടം. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്ക്. രാഹുലിനോട് സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായില്ല. എന്നാൽ കുശലാന്വേഷണവുമായി ലീഗ് അംഗങ്ങൾ രാഹുലിനടുത്തെത്തി. സഭയിൽ ചരമോപചാര പ്രസംഗങ്ങൾ നടക്കുന്നതിനിടെ PAയുടെ കുറിപ്പ് രാഹുലിന് ലഭിച്ചു. രാഹുൽ മറുപടി കുറിപ്പും നൽകി. ഇതിനു പിന്നാലെ 10:31-ന് രാഹുൽ സഭ വിട്ടിറങ്ങി. അഭ്യൂഹങ്ങൾക്കൊടുവിൽ 1 മണിക്കൂർ 14 മിനിറ്റ് സഭയിൽ ചെലവഴിച്ച് MLA ഹോസ്റ്റലിലേക്ക് മടക്കം. അവിടെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ.
മാധ്യമങ്ങളെ കണ്ട രാഹുൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി രാഹുൽ തുടർച്ചയായി സഭയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം. കേരളത്തിൽ SIR നടപ്പിലാക്കുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ SIR നടപ്പിലാക്കിയത് 2002-ലാണ്. 2002-ൽ പ്രസിദ്ധീകരിച്ച SIR പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി. മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായതാണോ എന്നറിയാൻ സമീപത്തെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. എന്നിട്ടും പേര് കണ്ടെത്താനായില്ല എങ്കിൽ സെപ്റ്റംബർ 22-ന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ആധാർ ഉൾപ്പെടെയുള്ള 11 തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് തയ്യാറാക്കി വെക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ SIR സമയക്രമം പിന്നാലെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ബീഹാറിൽ നടത്തിയതുപോലെ SIR നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തീരുമാനത്തിന് മുമ്പ് 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാൻ ഇരിക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രഖ്യാപനം. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.